അസ്സലാമു അലൈക്കും. റോഷൻ കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ സേറ മുറിയിലുണ്ടായിരുന്നില്ല. ബാൽക്കണിയിലേക്കുള്ള ഡോർ തുറന്നിട്ടത് കണ്ടതും അവൻ്റെ കാലുകൾ അങ്ങോട്ട് ചലിച്ചു. സേറ ചെയറിൽ ആലോചനയോടെ ഇരിക്കുന്നതാണ് അവൻ കാണുന്നത്. തല തുവർത്തിക്കൊണ്ട് അവൻ അവൾക്കരികിലേക്ക് ചെന്നു. അവൻ്റെ സാമീപ്യം അറിഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ നോക്കി. റോഷൻ അവൾക്ക് മുൻപിലേക്ക് ഇരുന്ന് ടവൽ കയ്യിലേക്ക് കൊടുത്തു. എൻ്റെ മുടിയിൽ നിറയെ വെള്ളം, ഒന്ന് തുവർത്തി തന്നെ. സേറ അവൻ്റെ തലയിൽ ടവൽ വെച്ച് വെള്ളം തുടച്ചുകൊണ്ടിരുന്നു. എന്താ നിനക്കിത്ര ആലോചന സേറ? അവളുടെ കൈ പിടിച്ചുകൊണ്ടവൻ ചോദിച്ചു. ഏയ്, എന്താ ആലോചന? ഒന്നുമില്ല, വക്കീലിന് വെറുതെ തോന്നുന്നതാ. തോന്നലല്ല, ഞാൻ മെഹ്റയെ ഹെൽപ്പ് ചെയ്തതാണോ നിൻ്റെ പ്രശ്നം? അവൾ അവൻക്ക് അഭിമുഖമായിരുന്നു അവളുടെ മടിയിൽ തല വെച്ചുകൊണ്ട് ചോദിച്ചു. ഏയ് അതല്ല. പിന്നെ? ഒന്നുമില്ല എൻ്റെ വക്കീലെ. എന്തോ ഒരു കാര്യം നിൻ്റെ മനസ്സിൽ കയറിക്കൂടിയിട്ടുണ്ട്. നീ പറഞ്ഞാൽ ഏതെന്താണെന്ന് എനിക്കറിയൂ സേറ. ഞാൻ പറയാം, എന്നെ കളിയാക്കരുത്. ഇല്ല, നീ പറ. മെഹ്റ കാറിൽ വെച്ച് പറഞ്ഞത് വക്കീലിന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എന്തേ? അത്രയും സ്നേഹിച്ച അവളെ എന്തിനാ? സേറ, സ്റ്റോപ്പ് ഇറ്റ്. സേറയെ മുഴുവൻ പറയാൻ അനുവദിക്കാതെ അവൻ കുറച്ചുറക്കെ പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് നിന്നു. സേറയും എഴുന്നേറ്റു അവൻ്റെ ചുമലിൽ തൊട്ടു. റോഷൻ, ദേഷ്യമായോ? ഇല്ല, അവൾക്ക് മുഖം കൊടുക്കാതെ പറഞ്ഞു. സോറി, അവനെ വിഷമിപ്പിച്ചു എന്ന തോന്നലിൽ അവൾ പറഞ്ഞു. റോഷൻ അവൾക്ക് അഭിമുഖമായി നിന്ന് അവളെ ചേർത്ത് പിടിച്ചു. അവൻ്റെ നെഞ്ചിൽ അവൾ തല ചേർത്ത് നിന്നു. സേറ, നീ ചോദിച്ചില്ലേ അത്ര സ്നേഹമുള്ള മെഹ്റയെ എന്തിനാ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയതെന്ന്? സ്നേഹം കൊണ്ടും പ്രണയം കൊണ്ടും പരസ്പരം താങ്ങാവണം, മനസ്സിലാക്കണം. അതിന് പകരം സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തി അവളുടേതാക്കാനായിരുന്നു അവൾക്ക് താല്പര്യം. അവളുടെ സ്നേഹവും എന്നെ ഓരോ നിമിഷവും പിടിച്ചിലെക്കുന്ന പോലെയും വരിഞ്ഞു മുറുക്കി ശ്വാസം കിട്ടാത്ത പോലെയും ആയിരുന്നു. അവൾക്ക് സ്നേഹമായിരുന്നു, പക്ഷേ അത് എൻ്റെ മേലുള്ള സർവ്വ ആധിപത്യത്തിൻ്റെ കൂടെ സ്നേഹമായിരുന്നു. എല്ലാം കൊണ്ടും അവൾ പറയുന്നത് അനുസരിക്കുന്ന ഒരാളായിട്ടായിരുന്നു അവൾക്ക് എന്നെ വേണ്ടിയിരുന്നത്. എനിക്ക് വേണ്ടി ഉമ്മയും ഉപ്പയും റിയയും ഒക്കെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടോക്സിക് ലവ് എന്ന് പറയാം. ഞാൻ ആരെയും നോക്കിയാൽ, ആരോടെങ്കിലും മിണ്ടിയാൽ, എന്തിന് ഏറ്റവും സുഹൃത്തിനോട് മിണ്ടിയാൽ എല്ലാം അവൾക്ക് എന്നെ ചോദ്യം ചെയ്യണം, ആരാണ് എന്താണ് എന്നൊക്കെ. അതൊക്കെ കണ്ടില്ലെന്ന് വെച്ച് 4 വർഷം ഞാൻ അവൾക്കൊപ്പം നിന്നു. അവസാന നിമിഷം വരെയും അവളെ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ ശ്രമിച്ചു. പക്ഷെ സാധിച്ചില്ല സേറ. ഞങ്ങൾക്കിടയിൽ വഴക്കും ഈഗയും ദേഷ്യവും വാശിയും വൈരാഗ്യവും നിറഞ്ഞു നിന്ന നിമിഷത്തിലാണ് പിരിയാമെന്നൊരു തീരുമാനത്തിൽ ഞാൻ എത്തിയത്. പക്ഷേ അപ്പോഴും അവൾ പ്രശ്നങ്ങളുണ്ടാക്കി. ഒരു മ്യൂച്വൽ ഡൈവേഴ്സ് അവൾ ആദ്യം സമ്മതിച്ചു തന്നില്ല. പിന്നീട് എന്ത് പറ്റിയെന്നറിയില്ല സീറ, അവൾ സമ്മതം പറഞ്ഞു. അങ്ങനെ ആ ബന്ധം അവസാനിച്ചു. അവൾക്ക് സ്നേഹമില്ലെന്ന് അന്നും ഇന്നും ഞാൻ പറയില്ല. എനിക്ക് താങ്ങാൻ കഴിയാത്ത സ്നേഹമായിരുന്നു അവളുടേത്. സീറ ഒന്നും മറുപടി പറയാതെ കൂടുതൽ അവനോട് ചേർന്ന് നിന്നു. സീറ, അവൾ മൗനമായി നിൽക്കുന്നത് കണ്ട് അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് വിളിച്ചു. എന്താ മിണ്ടാത്തത്? ഞാൻ വക്കീൽ പറയുന്നത് കേൾക്കല്ലേ? കേട്ടിട്ട് എന്ത് തോന്നി? ഒന്നും തോന്നിയില്ല. കുറച്ച് സ്നേഹം തോന്നും. കുറച്ചേ ഉള്ളൂ. കുറച്ചെന്ന് വെച്ചാൽ എത്ര എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ നെഞ്ചിൽ കടിച്ചു. റോഷൻ വേദനയുള്ള പോലെ ഒച്ചെടുത്തു. സീറ പല്ലിൻ്റെ പാട് പതിഞ്ഞ ഭാഗത്ത് അമർത്തി ചുംബിച്ചു. സോറി. റോഷൻ അവളെ ഇടുപ്പിലൂടെ കൈയിട്ട് അവൻ്റെ ദേഹത്തേക്ക് അകലമില്ലാത്ത രീതിയിൽ ചേർത്ത് പിടിച്ചു. അവൻ്റെ മുഖം അവളുടെ മുഖത്തേക്ക് അടുത്ത് വന്നു. അവളിലൊരു വെപ്രാളം നിറഞ്ഞു. അവനെ തള്ളി മാറ്റി അവൾ റൂമിലേക്ക് നടന്നു. സീറ, അവളുടെ ചെവിയിൽ പതുക്കെ വിളിച്ചു. മറുപടി പറയാൻ പോലും പറ്റാത്തതുപോലെ അവൾ ആ ശബ്ദത്തിന് അടിമപ്പെട്ടു. എന്താ നീ മിണ്ടാത്തത്? ഒന്നുമില്ല, അവൻ്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്താ അങ്ങനെ? അതിന് മറുപടി പറയാതെ അവൻ്റെ കൈ പിടിച്ചു മാറ്റിയ ശേഷം അവൾ മുറിയിലേക്ക് നടന്നു. ബെഡിൽ ഓരം ചേർന്ന് കിടക്കുന്ന സേറയെയാണ് മുറിയിലേക്ക് വന്ന റോഷൻ കാണുന്നത്. ഡോർ ലോക്ക് ചെയ്ത് ലൈറ്റും ഓഫ് ചെയ്ത് അവന് ബെഡിലേക്ക് കയറി കിടന്നു. മറുവശത്തേക്ക് ചെരിഞ്ഞു കിടന്നിരുന്ന അവളുടെ അടുത്തേക്ക് അവനും ചേർന്ന് കിടന്നു. അവൻ്റെ സാമീപ്യം അറിഞ്ഞതും അവനും അഭിമുഖമായി അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ച് കിടന്നു. എന്നോട് ദേഷ്യമുണ്ടോ? എന്തിനെ? അവളുടെ മുടി തഴുകിക്കൊണ്ടാണ് അവൻ ചോദിച്ചത്. ഞാൻ അങ്ങനെ. എൻ്റെ സീറ, എനിക്ക് അതില്ലെങ്കിലും നിന്നെ വേണം. നീ എന്നാണോ പൂർണ്ണമായും എൻ്റേതാകാൻ തയ്യാറാകുന്നത് അതുവരെ ഞാൻ കാത്തിരുന്നോളാം. അതിപ്പോൾ ഒരാഴ്ച ആയാലും 1 വർഷമായാലും. മനസ്സിലായോ? അവളുടെ നെറ്റിയിൽ ചുണ്ട് ചേർത്തുകൊണ്ട് ചോദിച്ചു. സീറ,
പിന്നെ 1 വർഷം എന്നൊക്കെ ഒരു ഓളത്തിന് പറഞ്ഞതാട്ടോ, കാര്യാക്കല്ലേ. നീ സമാധാനമായി ഉറങ്ങിക്കോ. നിന്റെ സമ്മതമില്ലാതെ ഞാനൊന്നും ചെയ്യില്ല. പിന്നെ ഇടയ്ക്ക് ചെറിയ ചെറിയ കുറുമ്പ് കാണിക്കും, അത് നീ കണ്ടില്ലെന്ന് വെക്കണം കേട്ടോ. കുറുമ്പ് കാണിക്കുന്നവരെ നല്ല അടി വെച്ച് കൊടുക്കണം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. സന്തോഷമായി. എന്നാലേ സന്തോഷത്തോടെ വക്കീൽ ഉറങ്ങിക്കോ. സെയ്റ നേരത്തെ എഴുന്നേറ്റു. ഫ്രഷ് ആകാനായി പോയി. റോഷനും എഴുന്നേറ്റു. സെയ്റയെ ഓർത്ത് കിടന്നു. അവളുടെ ഒപ്പമുള്ള ഓരോ നിമിഷവും എത്ര സന്തോഷമാണ് തരുന്നത്. ജീവിക്കുന്നു എന്ന് തോന്നൽ പോലും വന്നത് ഇപ്പോഴാണ്. തൊട്ടടുത്ത നിമിഷം മെഹ്റയെ ഓർമ്മ വന്നു. മുഖത്താകെ രക്തം പുരണ്ട് മടിയിൽ കിടന്ന മെഹ്റയുടെ മുഖം ഓർത്തതും ആകെ ഒരു അസ്വസ്ഥത വന്ന് പൊതിയുന്നത് അവനറിയുന്നു. ബെഡിൽ നിന്നും എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോയി. ബാൽക്കണിയിൽ ആലോചനയുടെ ചെയറിലിരിക്കുന്ന റോഷൻ അരികിലേക്ക് ചെന്നു. രാവിലെ തന്നെ എന്താണ് ഇത്ര വലിയ ആലോചന? ഒന്നുമില്ല. എന്നാൽ പോയി കുളിച്ചേ. റോഷനെ ബാത്റൂമിലാക്കിയ ശേഷം അവൾ അടുക്കളയിലേക്ക് നടന്നു. നാസ്ത തയ്യാറാക്കി റോഷനുള്ള കോഫിയുമായി അവൾ മുകളിലേക്ക് പോയി. റോഷൻ മുറിയിലുണ്ടായിരുന്നില്ല. ഓഫീസ് റൂമിൻ്റെ ഡോർ തുറന്ന് കിടന്ന് കണ്ടതും അവൾ കോഫിയുമായി അങ്ങോട്ട് നിന്നു. ആലോചനയുടെ റിവോൾവിംഗ് ചെയറിൽ ഇരിക്കുന്ന റോഷനിലേക്ക് അവൾ ചെന്നു. വക്കീലേ, എന്താ ഇത്ര ആലോചന? കുറേ നേരമായല്ലോ. അവളെ കണ്ടതും അവൻ ഫോൺ അവൾക്ക് നേരെ നീട്ടി. അൺനോൺ നമ്പറിൽ നിന്നുള്ള ഒരു വോയിസ് നോട്ടായിരുന്നു അത്. അവളത് പ്ലേ ചെയ്തു. ഷാനു, എനിക്കൊന്ന് കാണണം. ഹോസ്പിറ്റലിലേക്ക് വരുമോ? തളർന്ന ശബ്ദത്തിൽ മെഹ്റയുടെ സ്വരം കേട്ടതും സെയ്റയുടെ ഉള്ളിൽ ഒരു അസ്വസ്ഥത വന്ന് നിറഞ്ഞു. എങ്കിലും അത് മുഖത്ത് പ്രതിഫലിപ്പിക്കാതെ ഫോൺ റോഷന് നൽകി. ഇത്രയുള്ളൂ? ഇതിനാണോ ഇപ്പോൾ ഇത്ര ആലോചന? ഒന്നും ആലോചിക്കാനില്ല. വക്കീൽ പോകുന്നു, കാണുന്നു, അവർക്ക് പറയാനുള്ളത് എന്താ അത് കേൾക്കുന്നു, തിരിച്ചു പോരുന്നു. അങ്ങനെയല്ല സെയ്റ. പിന്നെ എങ്ങനെയാണ്? നീ കണ്ടതല്ലേ ഇന്നലെ എന്തായിരുന്നു എന്ന്. എൻ്റെ വക്കീലേ, ഒന്ന് പോയി നോക്ക്. എന്നാലല്ലേ അവർക്ക് പറയാനുള്ളത് നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റൂ. കയ്യിലിരുന്ന കോഫി മഗ് ടേബിളിലേക്ക് വെച്ച് അവൻ്റെ അരികിൽ പോയി നിന്നുകൊണ്ട് പറഞ്ഞു. പോകാല്ലേ, നീയും വരണം. അവളുടെ കൈ കവർന്നുകൊണ്ട് പറഞ്ഞു. ഏയ്, ഞാൻ വരില്ല. റോഷൻ തനിച്ചു പോയാൽ മതി. അവർക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കൂ. റോഷൻ കൈ വിടുവിച്ച് അവനെ അഭിമുഖീകരിക്കാതെ പറഞ്ഞു. അവളുടെ മനപ്രയാസം അവന് മനസ്സിലായി. ചെയറിൽ നിന്ന് എഴുന്നേറ്റ് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. സെയ്റ, നിനക്ക് പേടിയുണ്ടോ? പേടിയോ? എന്തിന്? അവന് നേരെ മുഖമുയർത്തി അവൾ ചോദിച്ചു. മെഹ്റയെ ഞാൻ കാണാൻ പോകുന്നതിന്. എൻ്റെ വക്കീലെ, മെഹ്റയെ കാണുന്നതിൽ എനിക്ക് ചെറിയ കുശുമ്പുണ്ട്. എന്നാലും ഒട്ടും പേടിയില്ല. വക്കീലെ, ധൈര്യമായിട്ട് പോയിട്ട് വാ. എനിക്ക് പേടിയുണ്ടോയെന്നും സംശയമുണ്ടോയെന്നൊന്നും നോക്കണ്ട. സെയ്റ, നിനക്ക് വിഷമാകുന്ന ഒന്നും എനിക്ക് വേണ്ട. നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ എനിക്ക് മെഹ്റയെ കാണാനും പോകണ്ട. എനിക്ക് നീയാണ് പ്രധാനം. മറ്റെല്ലാം നിന്നെ കഴിഞ്ഞേ ഉള്ളൂ. ഇരുവരും വന്ന് ഒന്നിച്ചാണ് ഇറങ്ങിയത്. സെയ്റയെ സ്കൂളിൽ കൊണ്ടുവിട്ട ശേഷം ഹോസ്പിറ്റലിൽ പോയി മെഹ്റയെ കണ്ട് ഓഫീസിലേക്ക് പോകാമെന്നാണ് റോഷൻ കരുതിയത്. സ്കൂളിന് മുമ്പിലെത്തിയതും സെയ്റ അവിടെ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു. എങ്കിലും റോഷൻ അവളെ സ്കൂൾ മുറ്റത്താണ് ഇറക്കിയത്. ഇറങ്ങും മുമ്പേ അവൾ റോഷൻ്റെ കൈ പിടിച്ചു. മെഹ്റക്ക് പറയാനുള്ളതൊക്കെ കേട്ട് അതൊക്കെ അവിടെ തന്നെ ഉപേക്ഷിച്ച് വേണം തിരികെ വരാൻ. അവൾ എന്ത് പറഞ്ഞാലും അതിൻ്റെ ഭാരവും പേറി വരുന്ന വക്കീലിനെ എനിക്ക് കാണണ്ടട്ടോ. ഇപ്പോൾ പോകുന്നത് പോലെ തിരിച്ചു വന്നേക്കണം. ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും മനുഷ്യ, ഓർമ്മിച്ചോ. അവൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞ് അവൾ ഡോർ തുറന്നിറങ്ങി. സെയ്റ, എന്താ വക്കീലെ? കാറിനകത്തേക്ക് തലയിട്ടുകൊണ്ട് ചോദിച്ചു. കുശുമ്പ് നിറഞ്ഞ നിൻ്റെ മുഖം ഒന്ന് കാണാനാണ്. പോകുന്നത് പോലെ തന്നെ തിരിച്ചു വരാൻ ശ്രമിക്കാട്ടോ. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ആദ്യ ഭാര്യയെ കാണാൻ പോകുന്നതല്ലേ. വക്കീൽ പോയട്ടെ. പരിഭവം നിറച്ച മുഖത്തോടെ മുഖം വെട്ടിച്ചുകൊണ്ട് അവർ പറഞ്ഞു. കുശുമ്പി പാറോ, ഇങ്ങോട്ട് നോക്ക്. എന്താ? ഐ ലവ് യു. ഓ പിന്നെ റൊമാൻസ് കളിക്കാതെ പോകാൻ നോക്ക് വക്കീലെ. പോട്ടെ, പോയിട്ട് വാ. വിളിക്കാൻ മറക്കരുതേ. വിളിക്കാം, വൈകിട്ട് ഒന്നിച്ചു പോകാം. സെയ്റ കൈവീശി കാണിച്ചു. റോഷൻ അവളെ നോക്കി പുഞ്ചിരിച്ച ശേഷം വണ്ടിയെടുത്തു. റോഷൻ ഹോസ്പിറ്റൽ പാർക്കിങ്ങിൽ വണ്ടി വെച്ച് മെഹ്റ മെസ്സേജ് അയച്ച നമ്പറിലേക്ക് വിളിച്ചു. ആരും കോൾ അറ്റൻഡ് ചെയ്തില്ല. അതുകൊണ്ട് അവൻ റിസപ്ഷനിൽ അന്വേഷിച്ച് മെഹ്റയുടെ റൂം അറിഞ്ഞു. ശേഷം ലിഫ്റ്റിൽ കയറി. റൂം നമ്പർ 201 മുമ്പിൽ നിന്നതും അവന് സെയ്റയെ കാണാൻ തോന്നി. ഡോറ് തുറക്കുന്നതിന് മുമ്പ് ഫോണിൽ സെയ്റയുടെ നമ്പർ ഡയൽ ചെയ്തു. എന്താ വക്കീലേ, പോയില്ലേ? അവളെ കണ്ടില്ലേ? സെയ്റയുടെ ശബ്ദം കേട്ടതും നല്ല വേനലിൽ മഴ കിട്ടിയ ഭൂമി പോലെ അവനൊന്ന് കുളിർന്നു. നിന്നെ വിളിക്കണമെന്ന് തോന്നി. എന്താണ് വക്കീലേ? ധൈര്യമായിട്ട് കണ്ടിട്ട് വന്നേ.
നിനക്ക് എൻ്റെ കൂടെ വരായിരുന്നു. അവൻ നിരാശയോട് പറഞ്ഞു. നിങ്ങൾക്കിടയിൽ ഞാൻ വേണ്ടെന്നേ, കണ്ടിട്ട് വിളിക്കേ. സെയ്റ, എന്തോ, ഞാൻ വിളിക്കാം എന്നും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു. ഫോൺ പോക്കറ്റിലേക്ക് വെച്ച് റൂമിന് നേരെ നടന്നു. ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്ത ശേഷം മുഖം കർച്ചീഫ് വെച്ച് തുടച്ച് പ്രസന്നതയോടെ ഡോറിൽ തട്ടി. ഒട്ടൊരു നിമിഷത്തിന് ശേഷം ഡോർ തുറക്കപ്പെട്ടു. മെഹ്റയുടെ ഉമ്മ ലൈലയാണ് ഡോർ തുറന്നത്. അവനെ കണ്ടതും പുഞ്ചിരി മുഖത്ത് വരുത്തി. അകത്തേക്ക് വരൂ എന്നും പറഞ്ഞ് ഡോറിനരികിൽ നിന്ന് മാറി. റോഷൻ അകത്തേക്ക് കയറി. കയ്യിലും കാലിലും പ്ലാസ്റ്റർ ഇട്ട്, തലയിലും ബാൻഡേജ്, മുഖത്ത് അവിടെയിവിടെയായി ചുവന്നു തടിച്ച്, കയ്യിൽ ക്യാനുലയുമൊക്കെയായി ബെഡിൽ തളർന്നു കിടക്കുന്ന മെഹ്റയെ കണ്ടതും അവൻ്റെ ഉള്ളിൽ എവിടെയോ അവളോടുണ്ടായിരുന്ന എല്ലാ വിദ്വേഷവും ഉരുകിപ്പോയി. റോഷനെ കണ്ടതും അവൾ പ്രയാസപ്പെട്ട് ചിരിച്ചു. മുഖം വേദന കൊണ്ട് ചുളിയുന്നത് അവൻ കണ്ടു. ഇരിക്കൂ എന്ന് പറഞ്ഞ് ലൈല അവന് ചെയറിട്ട് കൊടുത്തു. എല്ലാ സൗകര്യവുമുള്ള മുറിയാണ്. റോഷൻ മെഹ്റയുടെ ബെഡിനരികെ ചെയറിട്ട് നിന്നു. ഉമ്മ ഒന്ന് പുറത്ത് നിൽക്കൂ, എനിക്ക് ഷാനുവിനോട് സംസാരിക്കണം. ലൈല ഇരുവരെയും ഒന്ന് നോക്കിയ ശേഷം മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി ഡോർ ചാരി. ഷാനു, തളർന്ന ശബ്ദത്തിൽ അവൾ വിളിച്ചു. റോഷൻ മുഖം അവൾക്ക് നേരെ ഉയർത്തി. പുഞ്ചിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. സെയ്റ കൂടെ വന്നില്ലേ? ഇല്ല. അവൾ അറിയാതെയാണോ വന്നത്? അല്ല. പേനുണ്ടെങ്കിൽ സംസാരിക്കണ്ട. സാരില്ല, ഷാന് വരുമെന്ന് ഞാൻ കരുതിയില്ല. ഇന്നലെ ഉപ്പ എന്തൊക്കെയോ മോശമായി സംസാരിച്ചു എന്ന് അറിഞ്ഞത് മുതൽ ആകെ ഒരു അസ്വസ്ഥത തോന്നി. അതാണ് വരുമോ എന്ന് ചോദിച്ചത്. അതൊന്നും സാരില്ല മെഹ്റ, ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചതാവും. ഞാനത് മറന്നു. ഷാനു, എന്നോട് ക്ഷമിക്കില്ലേ? എന്തിന്? ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞില്ലേ? അവൻ താല്പര്യമില്ലാത്തതുപോലെ സംസാരിച്ചു. ശരിക്കും ആ വിഷയങ്ങൾ സംസാരിക്കാൻ താല്പര്യവുമില്ലായിരുന്നു. അങ്ങനെയല്ല ഷാനു, നിന്നെ വിട്ടുപിരിഞ്ഞ ശേഷം ഞാൻ സമാധാനത്തിലൊന്നും ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. നിന്നോട് ചെയ്തതോർത്തുള്ള കുറ്റബോധം കൊണ്ടല്ല. നിന്നെ പിരിഞ്ഞ് എനിക്ക് ജീവിക്കാൻ പറ്റില്ലായിരുന്നു. അതാ. നിന്നെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു. അല്ല, ഇപ്പോഴും സ്നേഹിക്കുന്നു. നോ നോ മെഹ്റ, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. റോഷൻ ആകെ ദേഷ്യപ്പെട്ടു. ഷാനു, കൂൾ ഡൗൺ, ലിസൺ ടു മീ. നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിനർത്ഥം ഇനിയും നിൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നല്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അത്ര തന്നെ. സ്റ്റിൽ ഐ ലവ് യു. മെഹ്റ, പ്ലീസ്. സി ഷാനു, നിന്നെയും സേറയെയും പിരിക്കാനോ നിങ്ങൾക്കിടയിൽ കയറി വരാനോ ഞാൻ ശ്രമിക്കില്ല. നിൻ്റെ വിവാഹ സമയത്ത് അങ്ങനെ ഒരു ബുദ്ധിമോശം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഐ ആം റിയലി സോറി ഫോർ ദാറ്റ്. ഇപ്പോൾ എനിക്ക് നല്ല വ്യക്തതയുണ്ട് ഷാനെ. എല്ലാ കാര്യത്തിലും പിടിച്ചു വാങ്ങാൻ പറ്റുന്നതല്ല സ്നേഹമെന്ന് എനിക്ക് മനസ്സിലായി. അതിൽ നിന്നെ നഷ്ടപ്പെടുത്തേണ്ടി വന്നു. സാരമില്ല. ദൂരെ നിന്നെ പോലും അറിയാതെ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ നിൻ്റെ അനുവാദം വേണ്ടല്ലോ. മെഹ്റ, സ്റ്റോപ്പ്. അസ്വസ്ഥതയോടെ റോഷൻ വിളിച്ചു. ഷാനു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സത്യം പറയണം. ചോദിക്ക്. എന്താ? റോഷന് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. മെഹ്റയുടെ ഈ അവസ്ഥയിൽ അവളോട് ദേഷ്യപ്പെടാനും പറ്റില്ല. എല്ലാം ക്ഷമിക്കുക. നീ എന്തെങ്കിലും എന്നെ സ്നേഹിച്ചിരുന്നോ? മെഹ്റ, പ്ലീസ് പറയൂ ഷാനു. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ പ്രയോജനം മെഹ്റ? ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചു. നാളെ നീയും മറ്റൊരാൾക്കൊപ്പം ജീവിതം പങ്കിടും. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു ചോദ്യം? മറുപടി പറയൂ. റോഷൻ ഡീപ്പ് ബ്രീത്ത് എടുത്ത് എഴുന്നേറ്റു. നമ്മൾ നല്ല സുഹൃത്തുക്കളല്ലായിരുന്നോ? അന്ന് എനിക്ക് നിന്നോടൊരു സുഹൃത്തിനോട് തോന്നുന്ന എല്ലാ സ്നേഹവും ഉണ്ടായിരുന്നു. നിനക്കത് അനുഭവപ്പെട്ടിരുന്നില്ലേ? മെഹ്റ മറുപടിയായി ഒന്ന് മൂളി. വിവാഹശേഷം എനിക്ക് നിന്നോട് സ്നേഹം തന്നെയായിരുന്നു. അത് എല്ലാ വിധത്തിലും നിനക്ക് അനുഭവപ്പെട്ടിരുന്നില്ലേ? പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ചോദിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ രണ്ടുപേരെയും മാളിൽ വെച്ച് കണ്ടിരുന്നു. നീ സേറയെ വല്ലാതെ കെയർ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഒരിക്കൽ പോലും നമുക്കിടയിൽ അങ്ങനെ ഒരു പ്രണയ നിമിഷം പോലും ഉണ്ടായതായി എൻ്റെ ഓർമ്മയിൽ എവിടെയുമില്ല. അതുകൊണ്ട് ചോദിച്ചതാണ്. മെഹ്റ, സേറ ഒരു പാവം കുട്ടിയാണ്. നിനക്കും എനിക്കും സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു പാസ്റ്റ് ഉണ്ട് അവൾക്ക്. സിമ്പതിയൊന്നുമല്ല അവളോട് എനിക്ക്, സ്നേഹമാണ്. സ്റ്റോപ്പ് ഇറ്റ് ഷാനു, ദിസ് ഈസ് ഡ്രൈവിംഗ് മീ ക്രേസി. സോറി, ഐ ആം റിയലി സോറി. സാരമില്ല, എനിക്ക് മനസ്സിലാവും. നിങ്ങളെ അങ്ങനെ കണ്ട സങ്കടവും കൊണ്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്തത്. തീരുമെങ്കിൽ തീരട്ടെ എന്ന് കരുതി മനഃപൂർവ്വം ഇടിച്ചതാണ്. എന്ത് ചെയ്യാൻ? പഠിച്ചൻ ജീവനവും ജീവിതവും ബാക്കി തന്ന് എന്നെ തോൽപ്പിച്ചു. ആദ്യം തോൽപ്പിച്ചത് നീയാണ്. മെഹ്റ, പ്ലീസ്. പഴയ കാര്യങ്ങൾ പങ്കുവെക്കാനല്ല ഞാൻ വന്നത്. ഞാനിതൊക്കെ മറന്നിരിക്കുന്നു. നീയും മറക്കണം. പുതിയൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിക്കണം. നോ നോ ഷാനു,
അതുമാത്രം എന്നോട് പറയരുത്. ഇനി ഒരാളെയും എനിക്ക് നിന്നെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ കഴിയില്ല. ഇനി ഒരു വിവാഹവുമില്ല. അങ്ങനെ പറയരുത് മെഹ്റ. ജീവിതം മുന്നോട്ട് നീണ്ടു കൊടുക്കുകയാണ്. ഒരു കൂട്ട് നിനക്ക് വേണം. നിനക്ക് വേണ്ടി ആരും ഒരാൾ എവിടെയോ ഉണ്ടാവും. പുതിയൊരു ജീവിതത്തെക്കുറിച്ച് ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല. ഇന്നോ നാളെയോ വേണമെന്നല്ല, കുറച്ച് കഴിഞ്ഞ് നിനക്ക് തോന്നും ഒരു കൂട്ട് വേണമെന്ന്. അന്ന് ആലോചിക്കണം. ഷാനു, എനിക്കങ്ങനെ തോന്നൽ വരില്ല. കാരണം എന്താണെന്നറിയോ? നിന്നോളം എനിക്ക് മറ്റാരെയും സ്നേഹിക്കാൻ പറ്റില്ല. അങ്ങനെയല്ല മെഹ്റ. ഈ സമയവും കടന്നു പോകും. ഒരാൾ നിൻ്റെ ജീവിതത്തിലേക്ക് വരും. ഓരോ മനുഷ്യർക്കും ഓരോ നിയോഗമുണ്ട്. നിൻ്റെ കൂടെ ജീവിതം പങ്കുവെക്കാനുള്ള നിയോഗം എനിക്കായിരുന്നില്ല. നീ ആഗ്രഹിക്കുന്ന പോലെ സ്നേഹിക്കുന്ന ഒരാൾ വരും നിൻ്റെ ജീവിതത്തിലേക്ക്. അറിയില്ല, ഞാനത് ആലോചിക്കുന്നില്ല. ഉപ്പ മോശമായി പെരുമാറിയെന്നറിഞ്ഞു ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഉപ്പ പെരുമാറിയതിന് മാത്രമല്ല, ഞാൻ നിന്നോട് ചെയ്ത എല്ലാ ദ്രോഹങ്ങൾക്കും ക്ഷമ ചോദിക്കുന്നു. ഞാനതൊക്കെ മറന്നിരിക്കുന്നു മെഹ്റ. ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് അവൻ എഴുന്നേറ്റു. ഷാനു ബെഡിന് അഭിമുഖമായി നിന്നുകൊണ്ട് അവൾക്ക് പറയാനുള്ളത് കേൾക്കാനായി അവളെ നോക്കി. സ്റ്റിൽ ഐ ലവ് യു ഷാനു. റോഷൻ മറുപടി പറയാതെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാനായി ഡോർ വലിച്ചു തുറന്നു. ഡോറിന് പുറത്ത് അലി നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്നുള്ള കൂടിക്കാഴ്ച ഇരുവർക്കും പ്രയാസമായി. റോഷൻ അയാളെ കാണാത്തതുപോലെ മുൻപോട്ട് നടന്നു. റോഷൻ. അലിയുടെ നിസ്സഹായനായ ശബ്ദം. റോഷൻ അയാൾക്ക് അഭിമുഖമായി നിന്നു. അലി വന്ന് അവൻ്റെ കാര്യം കവർന്നു. ഐ ആം സോറി. കുറ്റബോധം നിറഞ്ഞ ശബ്ദത്തിൽ അയാൾ പറഞ്ഞു. സാരമില്ല, ഞാൻ അതൊക്കെ മറന്നിരിക്കുന്നു. ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതുകൊണ്ടാവും അങ്ങനെയെന്ന് എനിക്ക് തോന്നി. റോഷൻ വലിയ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു. ഇന്നലെ നടന്നത് മാത്രമല്ല റോഷൻ, ഞാൻ കുറച്ച് ദിവസം നിന്നെയും വൈഫിനെയും ഫോളോ ചെയ്തിരുന്നു. മറ്റൊന്നിനുമല്ല, നിങ്ങളെ തമ്മിൽ പിരിക്കാൻ എന്തെങ്കിലും ചെയ്യാനായിരുന്നു. മെഹ്റ അത്രയേറെ നിന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നിയത് കൊണ്ട് അങ്ങനെ ചിന്തിച്ചു പോയി. ക്ഷമിക്കൂ. അതുവരെ ക്ഷമയോടെ അയാളെ കേട്ടുകൊണ്ട് നിന്ന റോഷൻ അത് കേട്ടതും അയാളുടെ കൈ തട്ടിമാറ്റി. മെഹ്റ കൂടി അറിഞ്ഞിട്ടാണോ ഇത്? റോഷൻ്റെ ശബ്ദം മുരൾച്ച പോലെ തോന്നിച്ചു. നോ, അവൾക്കൊന്നും അറിയില്ല. റോഷൻ കാറ്റുപോലെ മെഹ്റ കിടക്കുന്ന മുറിയിലേക്ക് പോയി. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും മെഹ്റ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് നോക്കി. ആരെ ഓർത്താണോ കണ്ണു നിറഞ്ഞത്? അവൻ തൊട്ടരികിൽ നിൽക്കുന്നു. അവന് പിന്നാലെ ആദ്യോടെ ഓടി വരുന്ന ഉപ്പ. പിന്നെയും ഇരുവരും തമ്മിൽ വഴക്കായോ എന്ന് അവൾ ഭയന്നു. മെഹ്റ, നിൻ്റെ ഉപ്പ എന്നോടൊരു കാര്യം പറഞ്ഞു. അതിൽ നീയും പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയണം. എന്താ ഷാനു? എന്തു പറ്റി? ഒന്നുമില്ല മോളെ. അലി ഇടക്ക് കയറി സംസാരിച്ചു. ഷാനു, നീ പറ, എന്താണ് കാര്യം? റോഷൻ കണ്ണടച്ച് ശ്വാസം അകത്തേക്കും പുറത്തേക്കും എടുത്തു. എന്നെയും സേറയും പിരിക്കാൻ നീയും കൂട്ടുനിന്നോ? വാട്ട്? ഷാനു എന്തൊക്കെയായി പറയുന്നത്? ഞാൻ അങ്ങനെ ചിന്തിച്ചത് പോലുമില്ല. മുൻപ് എന്താ ഉണ്ടായതെന്ന് നിനക്കറിയില്ലേ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. റോഷൻ അത് ശ്രദ്ധിക്കാതെ അവളുടെ ഉപ്പയുടെ നേരെ തിരിഞ്ഞു. മോൾക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്ത് നേർവഴിക്ക് നടത്തേണ്ട ആൾ തന്നെ മോൾക്ക് വേണ്ടി എൻ്റെ ജീവിതം തകർക്കരുത് കേട്ടോ. അതിന് ക്ഷമിച്ചാൽ ഈ കാണുന്ന റോഷൻ്റെ മറ്റൊരു മുഖം നിങ്ങൾ കാണും. മെഹ്റക്കും എനിക്കും ഇനി ഒരുമിച്ചൊരു ജീവിതം സാധ്യമല്ല എന്ന ഘട്ടത്തിൽ വേർപിരിഞ്ഞവരാണ് ഞങ്ങൾ. ആദ്യം അതെങ്കിലും മനസ്സിലാക്കി പ്രവർത്തിക്കൂ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും റോഷൻ്റെ ജീവിതത്തിലേക്ക് മെഹ്റക്കൊരു റീ എൻട്രി ഇല്ല. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്കൂ പ്ലീസ്. അലിയുടെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞ ശേഷം അവൻ മെഹ്റയ്ക്ക് നേരെ തിരിഞ്ഞു. വേദനിപ്പിച്ചുവെങ്കിൽ സോറി. അവളുടെ കവിളിൽ തട്ടി ആശ്വസിപ്പിക്കുന്ന പോലെ പറഞ്ഞുകൊണ്ട് അവൻ മുറി വിട്ടുപോയി. ഉപ്പ, എന്താ ഇതൊക്കെ? അയാൾക്ക് നേരെ സങ്കടത്തോടെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. മോളെ, എനിക്കൊരു അബദ്ധം പറ്റി. അത്ര മാത്രമേ മോൾ അറിയേണ്ടതുള്ളൂ. ക്ഷമിക്കും മോളെ. ഒന്ന് തെളിയിച്ചു പറ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മോളിപ്പോൾ റെസ്റ്റ് എടുക്കൂ. ഞാൻ പിന്നെ വിശദമായി പറഞ്ഞു തരാം. അവളുടെ കൈ പിടിച്ച് പറഞ്ഞുകൊണ്ട് അയാൾ അവൾക്കരികിലുള്ള ചെയറിലേക്ക് ഇരുന്നു. മെഹ്റ കണ്ണടച്ച് കിടന്നു. കൺകോണിലൂടെ കണ്ണുനീർ തുള്ളികൾ വീണുകൊണ്ടിരുന്നു. റോഷൻ്റെ മനസ്സിൽ എവിടെയും താനില്ലെന്ന തിരിച്ചറിവ് അവളെ തകർത്ത് കളഞ്ഞു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.